അൽബായിസ് അലങ്കാരി ബിദായ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിന്റെ 60-ാമത്തെ പേജിൽ അബൂ ശാമ റഹിമഹുള്ള തുടരുന്നു. സുമ്മ അന്നഹു ലൗ സുല്ലിമ, ഇത് സമ്മതിച്ചു കൊടുക്കപ്പെട്ടാൽ തന്നെയും അന്ന ഹാദിഹി സലാത്ത യസൂഖുൽ ഇഖ്ദാമു അലൈഹി ബിനാൻ അലാ ദാലിക, ഇത് പൊതുവായ നിർദ്ദേശത്തിൽ പെടുത്തിക്കൊണ്ട് ചെയ്യാമെന്ന് സമ്മതിക്കപ്പെട്ടാൽ തന്നെ ഫഹാദാ അംറുൻ ലാ യഅരിഫു ഇല്ലാ ഖവാസുൽ ഉലമായി, ഇതൊരു പൊതുവായ ആമായ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിസ്കാരം നിർവഹിക്കുന്നത് എന്ന വിഷയം പണ്ഡിതന്മാർക്കല്ലാതെ സാധാരണക്കാരായ ആൾക്ക് അറിയില്ല. അമ്മൽ അമാമു വമല്ല യർസഖു ഖദമുഹു ഫിൽ ഇൽമി, സാധാരണക്കാരും ശരിയായ നിലക്ക് വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകളുമൊക്കെ ഫലാ യഫ്അലു ഹാദിഹി സ്വലാത്ത ഇല്ലാ മുഅ്തഖിദൻ അന്നഹാ സുന്നത്തുൻ മിന സുനനിൽ വവല്ലഫി അൽ മഅ്ജൂരി അലൈഹാ മുസല്ലിഹാ അളാഫ മുളാഫ, സാധാരണഗതിയിലുള്ള നിസ്കാരങ്ങളെക്കാൾ എത്രയോ മടങ്ങ് പ്രതിഫലമുള്ള ഒരു പ്രത്യേക നിസ്കാരമാണ് ഇന്ന് ഈ നടത്തുന്നത് എന്ന വിശ്വാസത്തിലും ഇതൊരു നിലനിർത്തപ്പെടേണ്ട സുന്നത്താണ് എന്ന വിശ്വാസത്തിലുമാണ് സാധാരണക്കാരായ ആളുകൾ ശഅബാൻ 15-നും അതുപോലെ റജബിന്റെ ആദ്യ വെള്ളിയാഴ്ചയിലും ഈ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നത്. ഫഹുവ ലാ യദ്ഖുലു ഫീഹി ഇല്ലാ നാബിയൻ ദാലിക, സാധാരണക്കാരായ ആളുകൾ ഈ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഈ പ്രത്യേക നിസ്കാരം നിർവഹിക്കുന്നു എന്ന കരുത്ത് അവരുടെ ഒക്കെ മനസ്സിലുണ്ടാകും. വഅഖലുൽ മറാത്തിബി, ഏറ്റവും ചുരുങ്ങിയത് അയ്യൻവിയ സലാത്തുർ റഗായിബി, നിസ്കാരം നിർവഹിക്കുമ്പോൾ ഞാൻ സലാത്തുർ റഗായിബ് നിർവഹിക്കുന്നു എന്ന് നിയത്തെങ്കിലും സാധാരണക്കാരന്റെ മനസ്സിൽ വരാനിടയുണ്ട്. വലൈസ ലനാ ഫി ശരീഅത്തി സലാത്തുൻ ബിഹാദൽ ഇസ്മി, സലാത്തുർ റഗായിബ് എന്ന് പേരുള്ള ഒരു നിസ്കാരം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തുൽ കിറാമും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിയത്തോടുകൂടെ ആളുകൾ ഈ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നത് ശറഇൽ ഇല്ലാത്ത ഒരു നിസ്കാരം ഉണ്ടാക്കാൻ കാരണമായി തീരുന്നു. കോലം കൊണ്ടും രൂപം കൊണ്ടുമൊക്കെ അനുവദനീയമായ ഒരു നിസ്കാരമാണെങ്കിലും അല്ലെങ്കിൽ മുത്തലക്കായ സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ ഉൾപ്പെടുത്താമെങ്കിലും ചെയ്യുന്ന ആളുടെ മനസ്സിൽ ഇതൊരു പ്രത്യേക നിസ്കാരമാണെന്ന ഒരു തോന്നൽ ഉണ്ടാകും എന്ന കാരണമാണ് അബൂ ശാമ റഹിമഹുല്ല ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോൾ ശറഇൽ അടിസ്ഥാനമില്ലാത്ത സ്ഥിരപ്പെടാത്ത ഒരു വിഷയം കരുതിയതുപോലെയാണ്. അതുകൊണ്ട് ഈ നിസ്കാരത്തെ അനുവദിക്കാൻ ഒരു നിർവാഹവും ഇല്ല എന്നതിന് കാരണം വിശദീകരിക്കുന്നു. അപ്പോൾ പരലോകത്തെ കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് വേണ്ടി നാം ഒരിക്കൽ കൂടി ഉണർത്തുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിനോ ആ ദിവസങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനോ മറ്റ് ദിവസങ്ങളിലോ ഒന്നും ഇല്ലാത്ത ഒരു പുണ്യവും മഹത്വവും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മൗലിദാഘോഷം എന്ന പേരിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അങ്ങനെ ഒന്ന് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സ്ഥിരപ്പെടാത്തൊരു വിഷയമാണ്. അവിടെയും സാധാരണക്കാരായ ആളുകൾ പൊതുവായ നിർദ്ദേശത്തിന്റെ ഭാഗം എന്ന നിലക്കല്ല ചെയ്യുന്നത് എന്ന് പലപ്പോഴും നാം ഉണർത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളോട് സംസാരിച്ചാൽ അവരെല്ലാം ചിന്തിക്കുന്നതും വിശ്വസിച്ചിരിക്കുന്നതും ഈ പരിപാടിക്ക് എന്തോ ഒരു പുണ്യമുണ്ട് എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ ഈ സലാത്തുർ റഗായിബിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുപോകണമാണോ പണ്ഡിതന്മാർ വിലക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞത്, ആ കാരണങ്ങളെല്ലാം ഇന്ന് നടത്തപ്പെടുന്ന നബിദിനാഘോഷം പോലെയുള്ള എല്ലാ പരിപാടികൾക്കും ബാധകമാണ് എന്നത് പരലോക വിശ്വാസമുള്ള മുതഅല്ലിമീങ്ങൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും വേണ്ടി സാന്ദർഭികമായി ഉണർത്തുന്നു. ഇതുപോലെ തന്നെ റജബ് മാസത്തിൽ ഒരു മിഅ്റാജ് നോമ്പ് എന്ന പേരിലുള്ള ഒരു നോമ്പും ശഅബാൻ മാസത്തിൽ ബറാഅത്തിന്റെ നോമ്പ് എന്ന പേരിലുള്ള ഒരു നോമ്പും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബത്തുൽ കിറാമോ മുജ്തഹിദുകളായ ഇമാമുകളോ ആദ്യ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാരും തന്നെ അങ്ങനെ ഒരു സുന്നത്തായ നോമ്പ് ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ നാടുകളിലുള്ള പല ആളുകളും ഈ ഒരു നിയ്യത്തോടുകൂടെ തന്നെ ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതും അതിനായി സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റും പ്രചാരണങ്ങൾ നടത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഏത് രാത്രിയിലും നമുക്ക് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാമെങ്കിലും ശഅബാൻ 15-ന്റെ രാത്രിയിൽ സലാത്തുർ റഗായിബ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടൊരു നിസ്കാരം നിർവഹിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്തത് കടത്തിക്കൂട്ടലാണ് എന്ന നിലക്കാണ്. പൊതുവായ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഈ നിസ്കാരം നിർവഹിക്കാമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സലാഹ് റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിട്ട് പോലും അതിനെതിരായി അബൂ ശാമ റഹിമഹുല്ലാഹുവും ഇമാം നവവി റഹിമഹുല്ലാഹുവും ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹുവും
സുബ്കി ഇമാമും ഉൾപ്പെടെയുള്ള മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ സാധാരണക്കാരായ ആളുകൾ ഈ ദിവസത്തിൽ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടും അതിന് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു പേര് മനസ്സിൽ കരുതിക്കൊണ്ടും ചെയ്യുന്നത് കൊണ്ട് അത് വിലക്കപ്പെടേണ്ടതാണ് എന്ന് വിവരിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ മാസവും അയ്യാമുൽ ബീദിന് നോമ്പ് സുന്നത്തല്ലേ, അതിന്റെ ഭാഗമായി ശഅബാൻ 15 നോമ്പനുഷ്ഠിച്ചുകൂടെ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് മറ്റു മാസങ്ങളിലൊന്നും അയ്യാമുൽ ബീദിന്റെ നോമ്പനുഷ്ഠിക്കാത്ത വ്യക്തികളും ശഅബാൻ 15 ബറാത്ത് നോമ്പ് എന്ന പേരിൽ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് നോമ്പനുഷ്ഠിപ്പിക്കുന്നവരും എല്ലാ കറുത്ത വാവിന്റെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന ന്യായം പറഞ്ഞുകൊണ്ട് മറ്റു മാസങ്ങളിലൊന്നും കറുത്ത വാവിന്റെ നോമ്പനുഷ്ഠിക്കാത്ത വ്യക്തികളും റജബ് 27 പകലുകളിൽ സാധാരണക്കാരെ കൊണ്ട് നോമ്പനുഷ്ഠിപ്പിക്കുന്നവരും ഈ കാര്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. സാധാരണക്കാരായ ആളുകൾ ഈ രാവുകളുടെ പകലുകളിൽ നോമ്പനുഷ്ഠിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത മിറാജ് നോമ്പ് എന്നും ബറാത്ത് നോമ്പ് എന്നും കരുതിക്കൊണ്ടാണ് നോമ്പനുഷ്ഠിക്കുന്നത് എന്നും മറ്റു മാസങ്ങളിലൊന്നും ഇല്ലാത്ത ചില പുണ്യങ്ങൾ ഈ നോമ്പുകൾ കൊണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് എന്നത് അവരുമായി സംസാരിച്ചാൽ നമുക്കെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. ആ നിലക്ക് ഇസ്ലാം പഠിപ്പിക്കാത്ത നോമ്പുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കുമ്പോൾ അതെല്ലാം വിലക്കപ്പെടേണ്ടതാണ് എന്നതും അല്പ ബുദ്ധിയുള്ള ആളുകൾക്ക് മഹാന്മാരുടെ ഈ ഉദ്ധരണികളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഇതേപോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്ത പേരുകളും പുണ്യങ്ങളും കൽപ്പിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെയെല്ലാം തിരുത്തപ്പെടുകയോ വിലക്കപ്പെടുകയോ ചെയ്യേണ്ടതാണ് എന്ന് അള്ളാഹുവിനെ പേടിക്കുന്ന പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.